ഒരു കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു ഇതുണ്ടാക്കാനാണ് പോകുന്നത്. എന്നാ വെച്ചാൽ ഒരു നല്ലൊരു അത്ഭുത വള. ആരും ഇതുവരെ ഉണ്ടാക്കുകയും ചെയ്യുകയും ചെയ്യാത്തൊരു വളമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്തെല്ലാമെന്ന്. ഞാനിത് കൂട്ടുന്നത് ഞാൻ പറഞ്ഞത്. ഇത് ചാണകം. ഇത് കണ്ട, ഈ ബക്കറ്റിലാണ് ഞാൻ തൽക്കാലം ഇട്ട് വെക്കുന്നത്. കണ്ട, ഈ ചാണകം ഇതിലിട്ടു കണ്ടില്ലേ, അത് അതിലിട്ടു. പിന്നെ ഇത് പിണ്ണാക്കാണ്, കടലപ്പിണ്ണാക്ക്. കണ്ട, കടലപ്പിണ്ണാക്ക് ഇത് കണ്ടില്ലേ, ഇത് കടലപ്പിണ്ണാക്കാണ്. കണ്ട, ഈ കടലപ്പിണ്ണാക്ക് ഇത് ഇതിലിടട്ടെ. ഇത് കിട്ടും ഇതിൽ. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഇത് ചാരമാണ്, ചാരം. ഇത് കണ്ടില്ലേ, ഇത് ചാരം. കണ്ട, ചാരം. ഇത് ഇതിലിടട്ടെ, ഇത് ഇടട്ടെ. വേണ്ട, ചാരം. ഇനിയിപ്പോൾ ഇത് ബെല്ലാണ്, ബെല്ലം. ഇത് കണ്ടില്ലേ, ബെല്ലം. ഇനി കുറച്ച് ബെല്ലവും കൂടി ഇടണം. കണ്ട, ഇതാ ബെല്ലം, അത് ബെല്ലം. ഇനിയിപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിൽ മുട്ടത്തോടുണ്ട്, ഉള്ളിത്തോലുണ്ട്, കുറച്ച് കടലപ്പൊടിയും കൂടി ഉണ്ട്. ഇത് മുട്ടത്തോട് വേണ്ട, ഇത് പൊടിച്ചിട്ട് കൈകൊണ്ട് പൊടിച്ചിട്ട് തിരുമ്പിയിട്ട് പൊടിച്ചിട്ട് ഇടാനാണ്. കണ്ട, ഇതിങ്ങനെ ഇങ്ങനെ പൊടിച്ചിട്ടിടുക. ഉള്ളിത്തോലുണ്ട്, ഉള്ളിത്തോല്. കണ്ട, ഇത് ഉള്ളിത്തോല്. പിന്നെ അതിൻ്റെ അടിയിലേറ്റത് കടലപ്പൊടിയാണേ. കടലപ്പൊടി കൊണ്ടുവന്നത് കുറച്ച് പഴകി വരുമ്പോൾ ഞാനവിടെ വെക്കും. കടലപ്പൊടി എപ്പോഴും ഉപയോഗിക്കില്ലല്ലോ, കുറച്ച് ഒരിക്കൽ കൊണ്ടുവന്നിട്ട് ബാക്കി വരുന്നത് അതവിടെ വെക്കും ഞാൻ. ഇത് കണ്ടില്ലേ, ഇത് കടലപ്പൊടി. കണ്ട, കടലപ്പൊടി. ഇനിയിപ്പോൾ ഇത് മുട്ടത്തോടും ഉള്ളിത്തോലും കൂടി തന്നെയാണ്. ഇത് ഒന്നിലിട്ട് വെച്ച കണ്ട, മുട്ടത്തോട് കണ്ട, കണ്ടില്ലേ, മുട്ടത്തോടാണ് ഇത്. കണ്ട, ഇതേപോലെ മുട്ടത്തോട്. ഇതുപോലെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഞാൻ ചെയ്യും പോലെ ആരും ഇങ്ങനെ വളം ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്ലറി ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ വളത്തിന് അത്ഭുത വളം എന്ന് പറയുന്നത് തന്നെ അതാണ്. ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം പൂവും കായും ഉണ്ടാവും എനിക്ക് തരുന്ന. ഇനിയിപ്പം ഇത് വേപ്പും പിണ്ണാക്കാണ്. കണ്ട, ഇത് വേപ്പും പിണ്ണാക്കാണ്. കണ്ടില്ലേ, കടലപ്പിണ്ണാക്ക്. ഇത് എല്ലാം ഇത് കണ്ടില്ലേ, ഇത് വേപ്പും പിണ്ണാക്ക്. ഇത് വേപ്പും പിണ്ണാക്ക്. ഏകദേശം വലിയ വേപ്പും പിണ്ണാക്ക് ഉണർന്ന് കഴിഞ്ഞു. അതുകൊണ്ട് അത് അത്രയേ ഉള്ളൂ, എല്ലാം ഇത് അത്രയേ ഉള്ളൂ. ഇതിപ്പം സീമക്കൊന്നേൻ്റെ തോലാണ്. ഇത് കണ്ട, സീമക്കൊന്നേൻ്റെ തോല്. കണ്ട, സീമക്കൊന്നേൻ്റെ തോല്. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി വളമാണ്. പച്ചച്ചാണകം ഇതും എല്ലാം കൂടി ആക്കി വെള്ളം ഒഴിച്ച് നമ്മൾ ഒഴിച്ച് കൊടുത്താൽ കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ഇതിൻ്റെ ഒരാഴ്ചയൊന്നും കഴിയണ്ട, അതിലിടയ്ക്ക് തന്നെ 2 ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ ഇതിൻ്റെ ഇത് വരും. ഇത് കണ്ടില്ലേ, ഇത് കഞ്ഞിവെള്ളം. ഇതും കൂടി ഒഴിക്കണം. ഇത് കണ്ട, ഇതും കൂടി ഒഴിച്ച് വെച്ചിട്ട് ഇതും കൂടി ഒഴിക്കുക. ഒഴിച്ചിട്ട് എന്നാ വേണ്ടത് ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ഈ ചാണകം വെള്ളം, ഇത് കുറേ വെള്ളം ഒഴിക്കണം. ഇവിടെ താഴെ ഇട്ട് വെച്ചിട്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇളക്കണം. ഇത് കുറേ ദിവസം ഇളക്കണം. ഒരാഴ്ച കഴിഞ്ഞാൽ മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ. കണ്ടില്ലേ, ഞാൻ സമമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സമമായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. കണ്ടാ, ഇതേപോലെ ഇതിപ്പോൾ ഇതിൽ നിറച്ചുകൊണ്ട് ഇതിപ്പോൾ ഈ ചാണകവും വെള്ളവും പിണ്ണാക്കും എല്ലാം കൂടി ഇതാകുമ്പോൾ പൊന്തി നിറയും. ഇത് പിണ്ണാക്കും ഇതും എല്ലാം കൂടി, പിണ്ണാക്കും ചാണകവും എല്ലാം കൂടി ഇത് പൊന്തി നിറയും. അപ്പോൾ നമുക്ക് വലിയ പാത്രത്തിൽ അരിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക. അതാണ് എൻ്റെ പരിപാടി. കണ്ടില്ലേ, ഇതുപോലെ ആരും ഒരു വളം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഇതുവരെ ആരും ഉണ്ടാക്കാത്ത വളങ്ങളാണ് ഇത് ഞാൻ മാത്രമേ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എവിടെല്ലോ കണ്ടു, ആരും ഇങ്ങനെ ഒരു വളം ഉണ്ടാക്കിയിട്ടില്ല. അഥവാ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളവും ചാണകവും കൂടി പുളിപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കും മാത്രം. എൻ്റെ ഇത് നല്ലൊരു അടിപൊളി വളമാണ്. ഇത് നിങ്ങൾ കണ്ടിട്ട് അറിയണം. ഇത് ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നാളേക്ക് നല്ലോണം നിറയും. ആ പിണ്ണാക്കെല്ലാം പൊതിർന്നിട്ട് നിറഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് വെച്ച് വെക്കാം. ഇതിപ്പോൾ 2 നേരം ഇതേപോലെ ഇതേപോലത്തെ കൊള്ളി എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി വെക്കണം. കണ്ട, ഇങ്ങനെ ഇളക്കി വെക്കണം. ഇതേപോലെ ഇളക്കി വെക്കണം. കണ്ടില്ലേ, ഇതെല്ലാം ചാണായിപ്പോയില്ല. കണ്ടില്ലേ, ഇതേപോലെ 2 നേരം ഇളക്കി വെക്കണം. അല്ലെങ്കിൽ പുഴു വരും.
അതുകൊണ്ട് 2 നേരവും രാവിലെയും വൈകുന്നേരം ഇത് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഇതെല്ലാം കൂടി നല്ല പാകത്തിന് നല്ലൊരു വളമായിട്ട് വരും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വെള്ളമാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഇന്നിപ്പോൾ ഇതിവിടെ വെച്ചു, നാളെ ഇതെല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് ഈ വലിയ പാത്രത്തിൽ ഇടാൻ കഴിയും. ഇപ്പോൾ ഒഴിക്കുന്നില്ല, നാളെ ഒഴിക്കാം. അപ്പോൾ ലേശം പൊതിർന്ന് എല്ലാം കൂടി ഒരു ലെവലാവട്ടെ. കണ്ടില്ലേ? എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് നമ്മൾ പാകത്തിന് വെള്ളം ആക്കിയിട്ടാണ് ഇത് ഒഴിച്ച് കലക്കി കൊടുക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. ഇത് നല്ലൊരു വളമാണ്. ഞാനിപ്പോൾ ഇനി മൂടിയിട്ടിട്ട് അടച്ചു വെക്കട്ടെ. വേണ്ട, ഇതേപോലെ മൂടിയിട്ടിട്ട് ഇവിടെ അടച്ചു വെക്കും. വേണ്ട, ഇതേപോലെ ഇത് പൊന്തി വരട്ടെ. പൊന്തി വന്നിട്ടാകുമ്പോൾ നമുക്ക് എന്താ വേണ്ടത് ചെയ്യാം. ഇതിപ്പോൾ കണ്ടല്ലോ, നിങ്ങൾ ഈ ഒരു വളം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. പച്ചക്കറി നടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു വളം ഉണ്ടാക്കിയിട്ട് കൊടുക്കുമെന്ന് മാത്രമേ നിങ്ങൾക്ക് ഗുണമുണ്ടാവില്ല. ഇപ്പം ഞാൻ അതൊന്നും പറയണ്ട. എൻ്റെ കക്കിരി കണ്ട നിങ്ങൾ, ഞാനിപ്പോൾ ഇതിനടുത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. അതിൻ്റെ കറുപ്പും അതിൻ്റെ വളർച്ചയും കണ്ട ഇതുപോലെ ആണ് ഉണ്ടാവുക. പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പായില്ല. കക്കിരിക്ക് ഉണ്ടായി കഴിയും. കണ്ട കക്കിരിക്ക് ഉണ്ടായി തരും. കണ്ട വീടിയുണ്ട്, ഇതേപോലെ വീടിയുണ്ട് ഒന്ന് ഉണ്ടായിട്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് നിരത്തി വെച്ചിട്ട് ഇത് നമ്മൾ ആടത്തോളം നിരത്തി ഇതെല്ലാം ആടിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. അതൊന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എങ്ങനെയാണ് പച്ചക്കറി സെറ്റ് ചെയ്ത് വെക്കുന്നതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടാൽ പോരാ, ഇതെല്ലാം ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ടുള്ളൂ. ഇതെല്ലാം ഇനിയിപ്പോൾ പയർ മാത്രമേ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പുറത്ത് ചോളം സെറ്റ് ചെയ്യണം, ഇനിയിപ്പുറം വെണ്ട സെറ്റ് ചെയ്യണം. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് സപ്പോർട്ട് തരുക. എല്ലാവരും പിന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യാത്തവരാ സബ് ചെയ്യുക. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. നന്ദി, നമസ്കാരം. ഗുഡ് ബൈ.